ഏറ്റവും അടുത്ത കൂട്ടുകാരനും അന്ന് ലോ കോളേജിലുണ്ടായിരുന്നു. ബാലന്റെ എതിർകക്ഷിക്കാരൻ. രാഷ്ട്രീയത്തിലെ ചേരിതിരിവൊന്നും അവരുടെ സൗഹൃദത്തിൽ ഏശിയിരുന്നില്ല. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് SFIക്കുള്ളത്. ആരോ എവിടുന്നൊക്കെയോ തിട്ടോരങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം അവർ പുറത്തു നാളെ ഇറക്കിട്ടുണ്ട് നമ്മളെ തല്ലിക്കാൻ. അതായിരുന്നു തുടക്കം. അവനാകെ മാനസികമായി തകർന്നു. എന്റെ മോനെ കൊന്നോടാ നീ. അവൻ എന്റെ ഇഷ്ടമായിരുന്നു നിന്നെ. എന്നിട്ട് നീ അവനോട് ഇങ്ങനെ ചെയ്തല്ലോടാ. എന്റെ മുന്നിൽ എന്റെ മുന്നിൽ കണ്ടുപോകരുത് നിന്നെ. പിന്നെപ്പോഴോ പഠിപ്പിലേക്ക് മടങ്ങിയെത്തിയ ബാലൻ പഴയ ബാലനായിരുന്നില്ല. മുറിഞ്ഞ വാക്കുകൾക്കിടയിലൂടെ ആത്മവിശ്വാസം ചോർന്നുപോയ വിക്കൻ ബാലകൃഷ്ണൻ. മനസ്സിൽ ആഴത്തിൽ കുറ്റബോധം ഉണ്ടായാൽ രക്ഷപ്പെടാൻ പ്രയാസം അനുരാധ. അവനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ വലിയ വിഷമമായിരുന്നു. പിന്നിപ്പോ അവൻ ഇങ്ങനെയാണെന്ന് എല്ലാവരും അങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. എന്റെ അച്ഛൻ മുടിഞ്ഞ ഫിറ്റ്. പിന്നെ ആ കോമാളി അളിയനൊക്കെ കൊണ്ട് തോറ്റു. ഞാൻ പറയാൻ വിട്ടു, നിന്നെ വിടാതെ പിന്തുടരുന്ന എന്നോട് പറഞ്ഞു. പിന്തുടർന്ന് ബേഷായിട്ട് ആള് വാങ്ങിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഓ, സമാധാനമായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങും. ഈ നമ്പറിന്റെ കാര്യത്തിൽ അപ്ഡേറ്റ് തരാം. ശരി ചേ. ബാല, നീ സൂക്ഷിക്കണം. വലിയ റിസ്ക് ആണ് എടുക്കുന്നത്. അറിയച്ചേ. അതെ, പുള്ളിക്കാരനെ എന്നോട് പറയായിരുന്നു തനിക്ക് ഇതുവരെ പെൺകുട്ടികളായിട്ട് വലിയ ഇടപാടൊന്നും ഇല്ലായിരുന്നു എന്ന്. ശരിയാ? ഒന്നു ശരിക്കും? ശരിക്കും? 50-50. What about you? 75%. എന്നെ പറ്റിക്കാനായിരിക്കും. ഈ 25% ഈ കുഞ്ഞുനാളിൽ ആരെങ്കിലും ഉമ്മ വെച്ചതായിരുന്നു. കുഞ്ഞുനാളിലല്ലേ, ഇനി ആരും ഞാൻ സമ്മതിക്കില്ല. അതെ, വക്കീലിന് വട്ടായോ? വട്ടോ? ഓ, ലവ്സ് പട്ടല. ഒന്നിനും പെട്ടിട്ടൊന്നുമില്ല. പിന്നെ കൃഷ്ണമണി വലത്തോട്ട് പോയതോ? തന്നെ ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കായിരുന്നു. നമുക്ക് ഒന്നിച്ച് കോളനി പോണം. ചേച്ചി ഓട്ടോയ്ക്ക് പോയിക്കോ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. തനിക്കെന്തോന്ന് മീറ്റിംഗ്? ലവ്സ് ഒന്ന് പോടും.